ഓക്കെ. സോ ഇന്ന് പാപ്പയുടെ അമ്മയുടെ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി? സോ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ പാപ്പയുടെയും ഉമ്മയുടെയും 24th വെഡിങ് ആനിവേഴ്സറി ആണ്. സോ ഞാനിപ്പോൾ ഈ ഡ്രസ്സപ്പ് ചെയ്ത് നിൽക്കുന്നത് അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മയ്ക്ക് ഓൾറെഡി ഉള്ള ഗിഫ്റ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ബട്ട് പാപ്പയ്ക്കുള്ളത് വാങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഉമ്മയെ പത്തിരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പയ്യെ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതൊരു ടോട്ടൽ സർപ്രൈസ് ആയിരിക്കും, കാരണം അവരെൻ്റെ ഒരു ആഗ്രഹിക്കുന്ന ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് തന്നെ കൊടുക്കുമ്പോൾ അത് അവർക്കും നമുക്കും ഇരട്ടി സന്തോഷമായിരിക്കുമല്ലോ. അപ്പം അങ്ങനൊരു ഗിഫ്റ്റാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കി നമുക്ക് എന്താവുമെന്നൊന്നും അറിയാൻ പാടില്ല. പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്, അതുപോലെ എക്സിക്യൂഷൻ നടന്നാൽ മതിയായിരുന്നു എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങി വന്നതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഉമ്മയായിട്ടൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഉമ്മയ്ക്കൊരു ഐഡിയ ഇല്ല ഞാൻ പോയത് എന്തിനാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇച്ചിരി പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അവിടെ പറഞ്ഞു വെച്ച കള്ളങ്ങൾ കൺവിൻസിങ് ആയിരുന്നു. ഉമ്മയ്ക്ക് ഒരു ഡൗട്ടും ഇല്ല. അല്ലെങ്കിൽ ഉമ്മ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കള്ളനോട്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടതാണ്. ഉമ്മയ്ക്ക് ഒരു ഡൗട്ടും ഉണ്ടായില്ല. പക്ഷെ ഉമ്മ എന്നെ കണ്ടില്ല ഞാൻ വന്നത്. അപ്പോഴത്തേക്കും ഞാൻ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ വാപ്പിന് എപ്പോൾ വരും എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ വീടെത്തിയപ്പോഴേക്കും വാപ്പി ഓൾറെഡി വന്ന് ഇരിപ്പുണ്ടായിരുന്നു, നേരത്തെ വന്നു. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോയിൽ വീട്ടിലേക്ക് പോകണ വഴിക്ക് ഒരു ബ്ലോക്ക് കിട്ടി. തേക്കിൽ ഈ ഒരു ബ്ലോക്ക് പതിവാണ് ടൈമിൽ, പക്ഷെ വേഗം എത്തി. എനിക്കറിയാമായിരുന്നു കേക്ക് ഓർഡർ ചെയ്താരിയൊക്കെ. കേക്ക് എന്തിനാ ഓർഡർ ചെയ്താ? ഇതാരറിഞ്ഞു? ഇല്ല, സത്യം ഞാൻ മറന്നുപോയി. കാല് തട്ടി അങ്ങനെ കളഞ്ഞ അന്നാണ് മോനെ. നീ നല്ല ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിയ ഉമ്മി ആ പെട്ടിയിൽ കത്തി ഉണ്ടോ നോക്കിയാ നീ. ഓക്കെ വാ. ഇതിലില്ല, ഇത് എഴുതിയിട്ടില്ല. വെട്ടും അവിടെ ഇരി. ആ മെഴുകുതിരി ഇല്ലല്ലോ, മെഴുകുതിരി ഒന്നും വേണ്ട. പിന്നെ എല്ലാ കൊല്ലം സെലിബ്രേറ്റ് ചെയ്യാറുണ്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ അറിയെങ്കിലും ഈ കൊല്ലം ഇവർ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കേക്കാണെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിലും. ഗിഫ്റ്റ് എന്തായാലും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. പക്ഷേ കേക്കും ഇവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് കേക്ക് വന്ന ടൈമിലൊക്കെ ഇവർ ഭയങ്കര സർപ്രൈസ് ആയിട്ട് നിന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ആൻഡ് എന്താ പറയുക, നമ്മൾ കേക്ക് മുറിച്ചുകൊണ്ടിരുന്ന ടൈമിൽ കസിൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പം നമ്മുടെ പ്ലാനെല്ലാം മൊത്തത്തിലൊന്ന് ഫ്ലോപ്പായിരുന്നു. അപ്പം ഇനി രണ്ടാമത് ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഞാനപ്പോൾ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ രണ്ടാമത്തെ എക്സിക്യൂഷനാണ് സത്യം പറഞ്ഞാൽ സക്സസ് ആയത് ആദ്യത്തേനേക്കാൾ. കണ്ടുവെക്കുക. ബാക്ക് ടു വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു അറിവെത്തിയ പ്രായം തൊട്ടിട്ട് നമ്മൾ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. തത്വം സത്യം ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഓക്കെ. അപ്പൊ നമ്മള് എല്ലാ കൊല്ലവും, അതായത് നമ്മള് എൻ്റെ ബർത്ത്ഡേ ആയാലും ഇവളുടെ ബർത്ത്ഡേ ആയാലും ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയാലും നമ്മൾ എല്ലാ കൊല്ലവും മിസ് ചെയ്യാണ്ട് സെലിബ്രേറ്റ് ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഗ്രാൻഡ് ആയിട്ട് എല്ലാവരും വിളിച്ചിട്ടല്ല, നമ്മൾ 4 പേര് മാത്രം. അതാണ് നമ്മുടെ ഗ്രാൻഡ് സെലിബ്രേഷൻ. അപ്പൊ അതാണ് നമ്മുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ നോക്കി. രണ്ടുപേരും ക്യാമറയുടെ അടുത്തേക്ക് മറ്റാരും കാണണ്ടേ. ഇത് നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്ക്. മരിച്ചാ മതി.
എനിക്കിനി മരിച്ചാലും മതി. അടിപൊളി. സന്തോഷം കൊണ്ട് അയ്യോ ഉമ്മി കരഞ്ഞതേ ഇല്ലാണ്ടായി. ഉമ്മ എന്തിനെങ്കിലും പോകാ എന്റെ പൊന്നുമീ കട്ടതൊന്നും അല്ല, കാശ് കൊടുത്ത് മേടിച്ചോ, മേടിക്കണ്ട. ഒന്നും നോക്കില്ല അങ്ങോട്ട് വാപ്പിയുടെ ആഗ്രഹം പറഞ്ഞ പിന്നെ അപ്പുറത്തേക്കില്ല നമുക്ക്. കുറ്റിയാ ഇപ്പൊ തന്നെ എടുത്താ വീട്. അയ്യേ കരയണോ? കരയണോക്കെ അയ്യയ്യേ. ഉണക്ക് അയ്യയ്യേ വാപ്പി അലമ്പാക്കല്ലേട്ടാ. ആ എല്ലാരും കരയാ, ഞാനും കരയാ. എന്റെ കള്ളങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? എക്സിക്യൂട്ട് ചെയ്യാൻ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ. സർപ്രൈസ് ബാബി ബില്ലൊക്കെ എടുത്ത് നോക്കണം. ഓണാക്കില്ല. അപ്പോ ഇങ്ങോട്ട് നോക്കൂ, ഇക്കൊല്ലത്തെ സെലിബ്രേഷൻ സ്പെഷ്യൽ ആണോ അല്ലയോ? എനിക്ക് മരിച്ചാലും വേണ്ടില്ല. എന്റെ ആഗ്രഹം സാധിച്ചു. മക്കളെ എനിക്ക് ഫോൺ മേടിച്ചാ. ഇഷ്ടപ്പെട്ടോ? പണിക്കൊന്നും പോകാതെ അന്ത വർത്താനം വാപ്പി. സോ ഇന്ന് വാപ്പിയുടെ ഉമ്മയുടെയും 24ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, വാപ്പി ഏറ്റവും കൂടുതൽ ഇങ്ങനെ കേട്ടേക്കുന്ന ഒരു കാര്യമാണ് ക്ലാസിക്കിന് 2 പെൺമക്കളാണെന്നുള്ള കാര്യം അല്ലേ? അതത്ര തമാശപരമായിട്ടല്ല എല്ലാരും പറയണേന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഞാൻ എപ്പോഴും, എനിക്ക് ബാക്കിയുള്ളവർ പറയണേക്കാളും ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളത്, ഇവര് രണ്ടുപേരും എപ്പോഴെങ്കിലും ഇവർക്ക് അങ്ങനെ ഒരു തോട്ട് പോയിട്ടുണ്ടാ, എപ്പോഴെങ്കിലും ഒരു തമാശക്കാണെങ്കിൽ ഇവരങ്ങനെ പറയുമോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കിയത്. ബാക്കിയുള്ളവർ പറയുന്നത് എനിക്കൊരു ഇഷ്ടമില്ല. അപ്പൊ ഞാൻ തമാശക്ക് ഉമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴോ ഇങ്ങനെ ഒരു ടോക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അവര് എന്താ പറയാ, ഇന്ന് വരെ അങ്ങനെ എനിക്ക് തമാശക്ക് പോലും എനിക്കൊരു ആൺകൊച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അപ്പോ നമുക്ക് ഓക്കെയാണ്, നമ്മൾ സെറ്റാണ് ഇവിടെ. ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്ലാസിക്കിൽ 2 പെൺമക്കൾ തന്നെയാണ്. ആൻഡ് ദേ വിൽ മേക്ക് ഹിം പ്രൗഡ് വൺ ഡേ ഫോർ ഷുവർ. അപ്പൊ അടുത്തുള്ള ഇൻഷാല്ലാ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഇതിലും വലിയ ഗ്രാൻഡ് ആയിട്ട് നടത്തും അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇതിലും നല്ല നിലയിലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പോയത്. പിന്നെ കുറെ പേര് നിങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി വിഷസ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അപ്പൊ എല്ലാവരും വിഷസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാ വിഷസും ഞാൻ അറിയിച്ചിട്ടുണ്ട്, മെസ്സേജൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അടുത്ത വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ ഇതിലും കൂടുതൽ ആൾക്കാർ നിങ്ങൾ വിഷ് ചെയ്യാൻ ഉണ്ടാവുമായിരിക്കാം. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു. ചെറിയ രീതിക്കൊന്ന് ഫ്ലോപ്പായി നമ്മൾ വിചാരിച്ച പരിപാടികളെല്ലാം. എങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ പോകില്ല, പക്ഷെ അതിൽ നന്നായിട്ട് ചിലപ്പോൾ പോവായിരിക്കും അത് കഴിഞ്ഞു. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വിചാരിച്ച പോലെ, ആഗ്രഹിച്ച പോലെ 2 ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങളും ഹാപ്പിയാണ്. സോ വേറൊരു വീഡിയോയിൽ കാണാം.